നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ നിർണായക നീക്കങ്ങളിലേക്ക് UAE കാലെടുത്ത് വയ്ക്കുകയാണ്. അതെ, ജൂൺ 1 മുതൽ എല്ലാം മാറുന്നു. പുറത്തിറങ്ങുന്ന പ്രവാസികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒറ്റത്തവണ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അവയുടെ ബദൽ ഉപയോഗം എങ്ങനെ എന്ന കാര്യത്തിൽ അബുദാബി പുറത്തിറക്കിയ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അബുദാബി സാമ്പത്തിക വികസന വകുപ്പ്, അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇൻസ്പെക്ടർമാർക്ക് അബുദാബി പരിസ്ഥിതി ഏജൻസി പരിശീലന ശില്പശാലയും നടത്തിയിട്ടുണ്ട്. 2022 ഏപ്രിലിൽ അൽദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധിയും EADയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാനാണ് ഒറ്റത്തവണ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ തീരുമാനിച്ചത്. ക്രമാനുഗതമായി ഇത് കുറയ്ക്കുക മാത്രമല്ല, പുനരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കൂട്ടാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ചില സാധനങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഫാർമസികളിലെ മരുന്നുകൾ നൽകുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള ബാഗുകൾ, പച്ചക്കറികൾ നൽകുന്ന റോൾ ബാഗുകൾ, ചിക്കൻ, മീറ്റ്, മത്സ്യം, റൊട്ടി എന്നിവ നൽകുന്ന ബാഗുകൾ തുടങ്ങിയവയെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, കളിപ്പാട്ടങ്ങൾ, മാലിന്യങ്ങൾ നൽകുന്ന ബാഗേജുകൾ, തപാൽ നൽകുന്ന പാഴ്സലുകൾ, മാസികകൾ തുടങ്ങി ചെടികൾ, പൂക്കൾ, അലക്കു ബാഗുകൾ എന്നിവ കൊണ്ടുപോകുന്നതിനായുള്ള ബാഗുകൾ എന്നിവയെല്ലാം ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് കച്ചവടക്കാർക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ദുബായിൽ ഓരോ സിംഗിൾ യൂസ് ബാഗിനും നിർബന്ധിത 25 ഫിൽസ് നിരക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി തന്നെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ വിൽക്കുന്നത് സംബന്ധിച്ച് വലിയ പരിശോധന നടത്തും. ഇത്തരക്കാരെ നിരീക്ഷിക്കാൻ ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകും. ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബദൽ സംവിധാനങ്ങളെല്ലാം നടപ്പിലാക്കണം. നിയമം ലംഘിക്കുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരും. പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപഭോക്താക്കളിൽ നിന്നും ഫീസ് ഈടാക്കും. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുന്നതോടെ മൾട്ടി ഉപയോഗമുള്ള ബാഗുകളുടെ ഉപയോഗത്തിലേക്ക് ആളുകൾ മാറും. ഇതാണ് ദുബായ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.